അപ്പോൾ എന്താണ് ശരിക്കും ഈ സ്റ്റോയിസം? ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ലോകത്ത് രണ്ട് തരം കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതായത് ദ തിങ്സ് ഇൻ അവർ കൺട്രോൾ ആൻഡ് ദ തിങ്സ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു ട്രാഫിക് ബ്ലോക്ക് കണ്ടു. നമ്മളതിൽ പെട്ടുപോയി. നമ്മൾ കാറിലിരുന്ന് ഹോൺ അടിച്ചോ ബഹളം വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ചേഞ്ച് അതിനുണ്ടാവുമോ? നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം ആ ബ്ലോക്ക് നമ്മുടെ കൺട്രോളബിൾ അല്ല, നമ്മുടെ കൺട്രോളിൽ വരുന്നൊരു കാര്യമല്ല അത്. അതുപോലെ നാളത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടും, അതും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറും എന്നുള്ള ഒന്നും നമ്മളുടെ കൺട്രോളബിൾ ആയിട്ടുള്ള നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. യു ജസ്റ്റ് കാൺ കൺട്രോൾ വാട്ട് അതർ പീപ്പിൾ തിങ്സ് അബൌട്ട് യു. എന്നാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ, ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ നല്ലൊരു പാട്ട് കേട്ട് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കണോ അതോ ദേഷ്യപ്പെട്ട് BP കൂട്ടണോ, ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇതെല്ലാം നമ്മുടെ കൺട്രോളബിൾ ആണ്. ഫോക്കസ് ഓൺലി ഓൺ ദ തിങ്സ് യു ക്യാൻ കൺട്രോൾ. ദാറ്റ് ഇസ് സ്റ്റോയിസം. ദാറ്റ് സിംപ്ലി സ്റ്റോയിസം. നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഇതാണ് സ്റ്റോയിസത്തിൻ്റെ ഏറ്റവും ബേസിക് ഐഡിയ. ഇനി സ്റ്റോയിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ട്. പീപ്പിൾ തിങ്ക് സ്റ്റോയിക്സ് ആർ ഇമോഷൻലെസ് റോബോട്ട്സ്. വികാരങ്ങളില്ലാത്ത എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് സ്റ്റോയിക്സ് എന്നാണ് പൊതുവെ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ സത്യം അതല്ല. സ്റ്റോയിസം എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിനെ പോലെ ഇരിക്കാനല്ല പറയുന്നത്. അവർക്കും സങ്കടവും ദേഷ്യവും സന്തോഷവും എല്ലാ ഇമോഷൻസും വരും. ബട്ട് ദേ നെവർ ലെറ്റ് ദെയർ ഇമോഷൻസ് കൺട്രോൾ ദം. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഒരു സങ്കടം വന്നാൽ അതിൽ തന്നെ വീണ് കിടക്കാതെ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കാം എന്നായിരിക്കും ഒരു സ്റ്റോയിക്ക് ചിന്തിക്കുക. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളെ ഒരു കാര്യമില്ലാതെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കാം. കറക്റ്റ്? അത് കേട്ട് സങ്കടപ്പെടാതെ ആ ദിവസം മുഴുവൻ കളയുന്നതിന് പകരം അത് അയാളുടെ സ്വഭാവമാണ്, അതെൻ്റെ പ്രശ്നമല്ല എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ നമ്മളുടെ പകുതി സങ്കടങ്ങൾ. പണ്ട് ഗ്രീസിൽ സെനോ എന്ന പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. വലിയ പണക്കാരനായിരുന്നു പുള്ളി. അങ്ങനെ പുള്ളി ഒരു ദിവസം കപ്പലിൽ ഒരുപാട് സാധനങ്ങളുമായി വരുന്ന സമയത്ത് വലിയൊരു കടൽക്ഷോഭമുണ്ടായി. കപ്പൽ മുങ്ങി. പുള്ളിയുടെ ജീവിത സമ്പാദ്യം കംപ്ലീറ്റ് ആയിട്ട് ആ കടലിൽ പോയി. ഇമാജിൻ യു ലൂസിങ് എൻറ്റയർ ലൈഫ് സേവിങ്സ് ഇൻ എ സിംഗിൾ ഡേ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ആകെ തകർന്ന് തലയിൽ കൈവച്ചിരിക്കില്ലേ? വി വുഡ് പ്രോബബ്ലി ഗീവ് അപ്പ് ഓൺ ലൈഫ്. കറക്റ്റ്? പക്ഷേ സെനോ അങ്ങനെയല്ല അവിടെ ആക്ട് ചെയ്തത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് കരയാതെ പുള്ളി നേരെ പോയത് അവിടെയുള്ള വലിയൊരു ഫിലോസഫറുടെ അടുത്തേക്കാണ്. അവിടെ നിന്നാണ് ഈ സ്റ്റോയിസം എന്ന് പറഞ്ഞ ചിന്താഗതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ വേറൊരാളുടെ കാര്യം കൂടെ പറയാം. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു മാർക്കസ് ഒറേലിയസ്. ഹി വാസ് എ റോമൻ എംപറർ. എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, പണമുണ്ട്, സൈന്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് അത്ര എളുപ്പമായിരുന്നില്ല. ഒരുപാട് യുദ്ധങ്ങൾ, നാട്ടിൽ വലിയ മഹാമാരികൾ, സ്വന്തം ആളുകളുടെ ചതി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹൗ ഡിഡ് ഹി ഹാൻഡിൽ ഓൾ ഓഫ് ദിസ് പ്രഷർ? പുള്ളി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഡയറി എഴുതും. മറ്റാർക്കും വായിക്കാൻ വേണ്ടിയല്ല, സ്വന്തം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി മാത്രമാണ് ആൾ ഡയറി എഴുതുന്നുണ്ടായിരുന്നത്. താൻ ആരാണെന്നും ഈ ലോകത്ത് താൻ എങ്ങനെ ജീവിക്കണമെന്നും സ്വയം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ നോട്ട്സാണ് പിന്നീട് മെഡിറ്റേഷൻസ് എന്നുള്ള പേരിൽ ലോകം മുഴുവൻ വായിച്ച വലിയൊരു ബുക്കായിട്ട് മാറിയത്. ആലോചിച്ച് നോക്കൂ, ദ മോസ്റ്റ് പവർഫുൾ മാൻ ഓൺ എർത്ത് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി കണ്ടെത്തിയ വഴിയാണ് ഈ സ്റ്റോയിസം. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മളെ തളർത്തുന്നതൊന്നും പുറത്തു നിന്നുള്ള കാര്യങ്ങളല്ല, അതിനെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ചിന്തകളാണ്. അവർ ഹാപ്പിനെസ് ഡസൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്, ഇറ്റ്സ് എൻറ്റയർലി അപ് ടു അസ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഗീവ് ഇറ്റ് എ ട്രൈ. Wishing everyone a happy life. I will come up with next video. Thanks for watching.